ഈ വർഷത്തെ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ ഓണപരിപാടിക്കാണ് ഞാൻ ഈ പോകാനൊരുങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓണം കഴിഞ്ഞില്ലേ? ഇല്ല, ദുബായില് അതിന്റെ പരിപാടി ക്രിസ്മസ് വരെയുണ്ട്. എനിക്ക് ഒരു കുട്ടി ഇമിറ്റേഷൻ ജ്വല്ലറി ഉണ്ട്. അതിലുള്ള കളക്ഷൻ ആട്ടോ ഞാൻ ഈ സാരി ആയിട്ട് പെയർ ചെയ്ത് നോക്കിയത്. രണ്ടാമത് ഇട്ട് നോക്കിയ മല കുറച്ച് ഹെവി ആയിട്ട് തോന്നിയതുകൊണ്ട് ആദ്യത്തെ തന്നെ ആട്ടോ ഇടാൻ തീരുമാനിച്ചത്. പിന്നെ സാരി ഉടുത്തു കഴിഞ്ഞ് താഴെയും മേളിലും ഇതുപോലെ ഓരോ പിന്ന് വെച്ച് കുത്തി കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഉടുത്ത പോലെ തന്നെ അങ്ങ് സെറ്റ് ആയിട്ട് ഇരുന്നോളും. ഈ പരിപാടിക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് സ്റ്റോപ്പ് മാറി ഇറങ്ങി. ഇപ്പൊ അവള് പരിപാടി നടക്കുന്ന സ്ഥലത്തും ഞാൻ എന്റെ വീട്ടിലുമാണ്. പിന്നെ ഞാൻ വഴിയിലോട്ട് ഇറങ്ങി ഒരു ടാക്സി ഒക്കെ വിളിച്ച് അവിടെ എത്തി. എന്നെ എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരുന്ന ആളാട്ടോ ഇത്. ഇനി ഞാൻ എന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരുന്ന ആളെ കാണിക്കാം. ആഹാ, എന്താ ചിരി! ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കൊച്ചു മുതലാളിക്ക് ഒരു വലിയ മുതലാളിയുണ്ട്. പുള്ളിക്കൊരു ജിം ഉണ്ട്. അതിന്റെ ഓണാഘോഷ പരിപാടിയാണ് ഇന്ന്. അതിനാണ് വന്നത്. വലതുകാല് വെച്ച് അകത്തേക്ക് കയറി ആദ്യം കണ്ടത് മാവേലിനെ. ഓണം കഴിഞ്ഞിട്ടും പുള്ളി പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് വരെ ഉണ്ട്. ജിമ്മിന്റെ പേര് മാംഗോ ജിം എന്നാണ്. അതുകൊണ്ട് അത്തപ്പൂന്റെ കൂടെ മാംഗോ. നീ ഇതൊക്കെ അടുത്ത് കാണുന്നത് ആദ്യമായിട്ടല്ലേ എന്നാണ് അവള് ചോദിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് മിണ്ടാതിരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയാതിരിക്കാൻ പറ്റില്ല, ഇതൊരു വൻ പരിപാടിയായിരുന്നു. നമ്മൾ മാവേലിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു സ്പൈഡർമാനെ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഇതിൽ ഞാൻ എവിടെ എവിടെ കഴിവുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ശരിക്കും ഈ പരിപാടിക്ക് എന്തിനാ വന്നേന്നറിയോ? ഈ ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഓണപരിപാടിയൊക്കെ തുടങ്ങി. ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ തോറ്റുപോയി. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗേൾസിന് മാത്രമല്ല ബോയ്സിനും പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് പായസം കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.